നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് പിറക്കുന്നു എന്നറിയുമ്പോൾ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? കായംകുളം കണ്ടല്ലൂരിലെ നടരാജനും ഭാര്യ സിന്ധുവും മുത്തച്ഛനും മുത്തശ്ശിയുമാകാനുള്ള കാത്തിരിപ്പിലായിരുന്നു. മകൻ നവജിത്തിൻ്റെ ഭാര്യയെ പ്രസവത്തിനായി പിറ്റേന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പതിവ് പോലെ രാത്രിയിൽ മദ്യപിച്ച് വീട്ടിലെത്തിയ മകനെ അവർ ഉപദേശിക്കുന്നുണ്ട്. നീ ഒരു അച്ഛനാകാൻ പോകുകയാണ്, ഇനിയെങ്കിലും പഴയ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി പുതിയ മനുഷ്യനാകണം. ഇത് കേട്ടതോടെ നവജിത്ത് ഒരു ചെകുത്താനെ പോലെ അലറി വിളിച്ചു. പിന്നെ കയ്യിൽ കിട്ടിയ വെട്ടുകത്തിയെടുത്ത് അച്ഛൻ നടരാജനെ തുരുതുരാ വെട്ടി. തടയാൻ ശ്രമിച്ച അമ്മ സിന്ധുവിനെയും ആക്രമിച്ചു. ആലപ്പുഴ കായംകുളത്ത് ലഹരിയിൽ അഴിഞ്ഞാടി സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്നത് യുവ അഭിഭാഷകനാണ്. ലഹരിക്കടിമകളായി മനോനില തെറ്റി നടക്കുന്ന യുവാക്കൾ സ്വന്തം വീടുകൾ പോലും കൊലക്കളമാക്കുന്നു. ഇതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനുള്ള പോലീസിന്റെ നെട്ടോട്ടവും രാഹുൽ ഈശ്വറിനെ കുരുക്കിയ സൈബർ അധിക്ഷേപ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ കായംകുളത്തെ സമ്പന്ന കുടുംബം. അച്ഛൻ കോൺട്രാക്ടർ, 3 മക്കളിൽ 2 പേർ അഭിഭാഷകർ, ഒരാൾ ഡോക്ടർ. എന്നാൽ അച്ഛൻ നടരാജനും അമ്മ സിന്ധുവും മൂത്ത മകൻ നവജിത്തിനെ ഓർത്ത് കണ്ണീര് കുടിക്കാത്ത ദിവസങ്ങളില്ല. LLB വരെയും പഠിപ്പിച്ചെങ്കിലും പല ദിവസങ്ങളിലും അയാൾ ജോലിക്ക് പോകില്ല. കൂട്ടുകാരെ മൊത്തം മദ്യപാനവും ലഹരി ഉപയോഗവും പതിവ്. വിവാഹം കഴിപ്പിച്ചാലെങ്കിലും അയാൾ നന്നാകുമെന്ന് കരുതി. എന്നാൽ മദ്യവും ലഹരിയും അവൻ്റെ ജീവിതം തകർത്തിരുന്നു. നവജിത്തിൻ്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുന്നതിൻ്റെ തലേ രാത്രി ഒരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ കാത്തിരിപ്പിലാണ് വീട്ടുകാരെല്ലാം. നവജിത്തിനു വേണ്ടി അമ്മ മേശയിൽ ഭക്ഷണം വിളമ്പി വെച്ചു. അതിനിടെ അച്ഛൻ നടരാജനുമായി കലഹം. ചെറിയ വാക്ക് തർക്കത്തിന് പിന്നാലെ അച്ഛനെ നവജിത്ത് വെട്ടുകത്തിയെടുത്ത് തുരുതുരാ വെട്ടി. ശരീരത്തിലാകെ 47 വെട്ട്. ഭക്ഷണം വിളമ്പി വെച്ച അമ്മയുടെ 3 കൈവിരലുകൾ വെട്ടിമാറ്റി. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് ചലനമറ്റ് കിടക്കുന്ന നടരാജനെ. ഗുരുതരമായി പരിക്കേറ്റ സിന്ധു ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവ അഭിഭാഷകനെ സാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഗൾഫിൽ നിന്നും ആജീവനാന്തകാലം കഷ്ടപ്പെട്ട പണവുമായി വീട്ടിലെത്തിയ നടരാജൻ പക്ഷെ ഒരിക്കൽ പോലും സ്വസ്ഥമായി ജീവിച്ചിട്ടില്ല. 3 മക്കളിൽ മൂത്തയാളാണ് നടരാജനെ അരങ്കൊലയ്ക്ക് വിധേയനാക്കിയ നവജിത്ത്. LLB പാസ്സായെങ്കിലും സന്നദ്ധെടുത്ത പ്രാക്ടീസ് ആരംഭിച്ചിട്ടില്ല. തൊഴിലിലൂടെ വരുമാനം കണ്ടെത്താത്ത ഇയാൾ നിരന്തരം പണത്തിനായി മാതാപിതാക്കളെ ശല്യം ചെയ്തു. ഗൾഫിൽ നിന്ന് വന്ന ശേഷം കോൺട്രാക്ട് വർക്കുകൾ നടത്തി വരുമാനമുണ്ടാക്കിയിരുന്ന നടരാജനെ മൂത്ത മകന്റെ പണം ആവശ്യപ്പെട്ടിട്ടുള്ള കലഹങ്ങൾ നിരന്തരം അലോസരപ്പെടുത്തിയിരുന്നു. ലഹരി ഉപയോഗം കൂടി ആയതോടെ മാതാപിതാക്കൾ മടുത്തു. വിവാഹശേഷവും മകന്റെ ചിലവുകൾ നോക്കേണ്ടി വരുന്ന പിതാവ്. നിരന്തര കലഹങ്ങൾക്കും ഭീഷണിക്കുമിടയിൽ കണ്ണീരൊഴുക്കിയൊരമ്മ. അതായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി പുല്ലുകുളങ്ങരയിലെ വീട്ടിൽ സംഭവിച്ചത്. കൊലപാതക ദിവസം രാത്രിയും നവജിത്ത് മദ്യപിച്ച് ലക്കുകെട്ട നിലയിലാണ് വീട്ടിലെത്തിയത്. ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെയാണ് ക്രൂര കൊലപാതകം. പണത്തെ ചൊല്ലി ആ രാത്രിയിലും വീട്ടിൽ തർക്കമുണ്ടായി. മകനെ ആശ്വസിപ്പിക്കാനായി ഇതിനിടയിൽ അമ്മ ചോറ് വിളമ്പി. എന്നാൽ ലഹരിയുടെ ചെകുത്താൻ നവജിത്തിനെ കൊടും ക്രൂരനാക്കി മാറ്റി. അന്നം വിളമ്പിയ അമ്മയുടെ കൈവിരലുകൾ 3 എണ്ണമാണ് നവജിത്ത് വെട്ടിമാറ്റിയത്. പോലീസ് വീട്ടിനകത്തെത്തി നവജിത്തിനെ കീഴ്പ്പെടുത്തുമ്പോഴും ചോര പുരണ്ട ആ ഭക്ഷണം തീന്മേശയിൽ ഉണ്ടായിരുന്നു. ജന്മം കൊടുത്ത മാതാപിതാക്കളോട് ഇത്രയും ക്രൂരത ഒരു മകൻ എങ്ങനെ കാണിക്കുമെന്ന് നടരാജന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോദിക്കുന്നു. തലയിൽ ഉൾപ്പെടെ 47 വെട്ടുകളാണ്
ലഹരി മൂത്ത് മൃഗമായ നവനീത് തന്റെ പിതാവിനെ വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയത്. മാതാപിതാക്കളെ കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. വീടിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ഡോറുകൾ നടരാജനും സിന്ധുവും രക്ഷപ്പെടാതിരിക്കാൻ നവജിത്ത് നേരത്തെ തന്നെ പൂട്ടിയിരുന്നു. പിന്നാമ്പുറത്തെ വാതിൽ ചവിട്ടി തുറന്നാണ് കനകക്കുന്ന് പോലീസ് നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ട് സിന്ധുവിന്റെ ജീവനെങ്കിലും രക്ഷിക്കാനായി. വലിയ രോഷമാണ് നവജിത്തിനെ പുറത്തിറക്കിയപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സമ്പത്തിന്റെ സുഖലോലുപതയിൽ വളർന്ന മകൻ ഒടുവിൽ ലഹരി കൊണ്ട് വലവിരിച്ച് പോറ്റി വളർത്തിയ സ്വന്തം പിതാവിനെ തന്നെ വിഴുങ്ങിയിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ആരുടെ കാറിലാണ്? രാഹുൽ ചുവന്ന പോളോ കാറിലാണ് പാലക്കാട് നിന്ന് പോയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചന. CCTV ഇല്ലാത്ത വഴികൾ തെരഞ്ഞെടുത്തായിരുന്നു യാത്ര. അതിനിടെ പരാതിക്കാരിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. കേസെടുത്ത് 4ാം ദിവസവും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയത് യുവനടിയുടെ ചുവന്ന കാറിലെന്നാണ് സൂചന. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ സംസ്ഥാനം വിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിവിദഗ്ധമായാണ് രാഹുലിന്റെ യാത്രയെന്നും സൂചനയുണ്ട്. CCTV ഉള്ള റോഡുകൾ ഒഴിവാക്കിയാണ് രാഹുൽ യാത്ര ചെയ്തതെന്ന് പോലീസ് പറയുന്നു. പാലക്കാട്ടെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സ്വന്തം വാഹനം ഫ്ളാറ്റിലിട്ട ശേഷമായിരുന്നു ചുവന്ന കാറിൽ കയറിയുള്ള യാത്ര. രാഹുൽ ചുവന്ന കാറിൽ പാലക്കാട് നിന്ന് പോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആണ് മനസ്സിലാക്കിയത്. രാഹുലിനെ പിന്തുടരുന്ന പോലീസിനെ കബളിപ്പിക്കാനായി രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന കാർ മാത്രമായി പല വഴികളിലൂടെ സഞ്ചരിച്ചതായും സംശയിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ വിശദമായ CCTV പരിശോധനകൾക്ക് ശേഷവും രാഹുൽ പോയ കൃത്യമായ റൂട്ട് അവ്യക്തമായി തുടരുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പലയിടങ്ങളിൽ രാഹുലിന്റെ ഫോൺ ഓൺ ആയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനെന്നാണ് വിലയിരുത്തൽ. യുവതി കഴിഞ്ഞ മാസം 27-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയപ്പോൾ രാഹുൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. തുടർ നടപടികൾ പോലീസ് ചർച്ച ചെയ്യുന്നതിനിടെ രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി. കാർ ഫ്ളാറ്റിലിട്ട ശേഷം ചുവന്ന പോളോ കാറിലാണ് രാത്രിയോടെ അവിടെ നിന്ന് പോയത്. രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ശരിയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്തൊപ്പിട്ട് മടങ്ങിയത്. എന്നാൽ ഇത് പോലീസ് സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. രാഹുലിനായി വ്യാപക തെരച്ചിൽ നടത്തുകയാണ് പോലീസ്. പാലക്കാടിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രതിയെ കണ്ടെത്താൻ ഓരോ ജില്ലയിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ പോലീസ് ചോദ്യം ചെയ്തു. കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘമുണ്ട്. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അതിനിടെ പരാതിക്കാരിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. ഓഡിയോ സന്ദേശം, ചാറ്റുകൾ, വീഡിയോകൾ എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് പരാതിക്കാരിക്കെതിരെ ചില തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് യുവതി കൂടുതൽ തെളിവുകളുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക. ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടിക്കാനുള്ള പോലീസിന്റെ ഊർജിത നീക്കം. ന്യൂസ് 18 പാലക്കാട്, തിരുവനന്തപുരം.
പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാനിറങ്ങി സ്വയം കുരുക്കിലായ രാഹുൽ ഈശ്വർ. നിയമം അറിയാവുന്ന അഭിഭാഷകനായിട്ടും അയാൾക്ക് എവിടെയാണ് പിഴച്ചത്? ലൈംഗിക പീഡനത്തിനിരയായ യുവതിയെ അധിക്ഷേപിച്ചത് മാത്രമല്ല കുറ്റം, യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പല പ്രസ്താവനകളും നടത്തി. പോലീസ് നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തെന്ന് വാദിച്ചെങ്കിലും കോടതിയിലെത്തിയപ്പോഴും തിരിച്ചടി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം നിഷേധിച്ചു. രാഹുൽ മുൻപും സമാനമായ തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെക്കുകയായിരുന്നു. ഇരയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഗൂഢാലോചന നടന്നെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും തുടർച്ചയായി അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ സൈബർ പോലീസ് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. അതേസമയം തന്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, അർണേഷ് കുമാർ വിധിയുടെ ലംഘനമാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോ തുടരും. എത്ര തടഞ്ഞു വെച്ചാലും, എന്ത് പോലീസ് ആക്ഷൻ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ തുടരും. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്, എന്റെ നോട്ടീസ് കിട്ടിയില്ല. എല്ലാം കോടതി പറയും. സുപ്രീം കോടതി വിധിയുടെ പ്രവേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി മൂവേം ചെയ്ത് സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ വീഡിയോ ചെയ്യുന്നത് നിർത്തില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിജീവിതയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണം രാഹുൽ നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഇനിയും പ്രതികരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. സന്ദീപ് വാര്യർ തന്റെ സമൂഹ മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. അതിനിടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്താൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സന്ദീപ് പ്രതികരിച്ചിരുന്നു. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം സന്ദീപിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. 1 വർഷം മുമ്പ് പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പലരും ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് സന്ദീപിന്റെ വാദം. അത് പലരും ദുരുപയോഗം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ ഒട്ടേറെ വീടുകളിൽ ഇപ്പോൾ വൃദ്ധ മാതാപിതാക്കൾ തനിച്ചാണ്. മക്കൾ ജോലി തേടി വിദേശത്തോ അയൽനാട്ടിലോ ആയിരിക്കും താമസം. അച്ഛനമ്മമാരെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിയോഗിക്കും. അതായത് വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ വാർദ്ധക്യകാലത്ത് നോക്കാൻ കൂലിക്കാളെ വെക്കുന്ന സംസ്കാരം. എന്നാൽ സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കാൻ എത്തുന്നവരെ പോലും ചൂഷണം ചെയ്യുന്ന നെറികെട്ട ചില മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. പത്തനംതിട്ട അടൂരിൽ കിടപ്പ് രോഗിയായ അമ്മയെ പരിചരിക്കാനെത്തിയ ഹോം നേഴ്സിനെ മകൻ പീഡിപ്പിച്ച സംഭവത്തിലേക്കാണ്. 55-കാരിയായ ഹോം നേഴ്സിനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയാണ് അതിക്രമം കാട്ടിയത്. കേസിൽ അടൂർ കണ്ണങ്കോട് സ്വദേശി റെനി റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നവംബർ 16-നാണ് സംഭവം. റെനി റോയിയുടെ മാതാവിനെ പരിചരിക്കാനെത്തിയ 55 വയസ്സുകാരിയായ ഹോം നേഴ്സിനെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. എറണാകുളത്ത് കുടുംബമായി താമസിക്കുന്ന റെനി റോയ് അമ്മയെ കാണാനെത്തിയപ്പോഴാണ് ഹോം നേഴ്സിന് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. സ്ഥിരമായി നിൽക്കുന്ന ഹോം നേഴ്സിന് പകരം കുറച്ചു ദിവസത്തേക്ക് താൽക്കാലികമായി എത്തിയതായിരുന്നു പീഡനത്തിനിരയായ ഹോം നേഴ്സ്.
ഹോം നേഴ്സിന്റെ പരാതിയെ തുടർന്ന് അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ഫോളോവേഴ്സ് ഉള്ള ബ്യൂട്ടി ഇൻഫ്ലുവൻസറാണ് ഓസ്ട്രിയക്കാരി സ്റ്റെഫാനി പെപ്പർ. എല്ലാ ദിവസവും സൗന്ദര്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് അവർ ഇൻസ്റ്റഗ്രാമിലടക്കം കുറേ വീഡിയോകൾ ഇടാറുണ്ട്. എന്നാൽ നവംബർ 23 മുതൽ സ്റ്റെഫാനിയുടെ റീൽസുകളോ വീഡിയോകളോ ഇല്ല. വീട്ടുകാർ മാത്രമല്ല, ആരാധകരും അവരെ നാട് നീളെ അന്വേഷിച്ചു. എന്തായിരിക്കും സ്റ്റെഫാനിക്ക് സംഭവിച്ചത്? അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണം എത്തിയത് മുൻ ആൺസുഹൃത്തിലേക്കാണ്. വ്യക്തിവിരോധത്തെ തുടർന്ന് യുവതിയെ കൊന്ന് മൃതശരീരം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി അയൽരാജ്യമായ സ്ലൊവാനിയയിലെ വനത്തിലാണ് ഉപേക്ഷിച്ചത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നവംബർ 23 മുതലാണ് ബ്യൂട്ടി ഇൻഫ്ലുവൻസറായ സ്റ്റെഫാനിയെ കാണാതാകുന്നത്. ഒരു പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങിയ ശേഷം വീടിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. വീട്ടിലെത്തിയെന്നും എന്നാൽ തനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് സംശയിക്കുന്നതായും അവർ സുഹൃത്തിന് സന്ദേശം അയച്ചിരുന്നു. ഈ സന്ദേശം അയച്ചതിന് ശേഷം സ്റ്റെഫാനിയെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് വിവരം അറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ സ്റ്റെഫാനിയുടെ വീട്ടിൽ നിന്ന് അടുത്തുള്ളവർ ബഹളം കേട്ടതും ആൺസുഹൃത്തിനെ ചിലർ വഴിയിൽ കണ്ടതും നിർണായകമായി. ഒടുവിൽ പോലീസ് അന്വേഷണം ആൺസുഹൃത്തിലേക്ക് എത്തി. ആദ്യമൊന്നും പോലീസിന് വഴങ്ങാതിരുന്ന ഇയാൾ പിന്നീട് എല്ലാം സമ്മതിച്ചു. ഓസ്ട്രിയ സ്ലൊവാനിയ അതിർത്തിയിലെ ഒരു കാസുനോയ്ക്കരികിൽ നിന്ന് സ്ലൊവാനിയൻ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്ലൊവാനിയ ഇയാളെ ഓസ്ട്രിയൻ പോലീസിന് കൈമാറിയതോടെ സ്റ്റെഫാനിയുടെ തിരോധാനത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു. സ്റ്റെഫാനിയെ അതിക്രൂരമായി കൊന്ന ശേഷം വെട്ടിനുറുക്കി ബാഗിലാക്കി മൃതദേഹം അതിർത്തിയിലെ വനത്തിലേക്ക് തള്ളുകയായിരുന്നു. മൃതദേഹമടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച സ്ഥലമടക്കം ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു. സ്റ്റെഫാനിയോടുണ്ടായിരുന്ന അടങ്ങാത്ത പകയാണ് അരുംകൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഇയാളുടെ 2 ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കളമശ്ശേരി HMDക്ക് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് ജീർണിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണ്? ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചത്. നാളെ ഇവിടെ ഒരാളെ കൊന്നുകൊണ്ടിട്ടാൽ എന്തു പറയും? എത്ര മൃതശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകും? കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടേതല്ലെങ്കിൽ ആരുടേതാണ്? ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിനിടെ മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ പോകാൻ അനുവദിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഗുരുതര വീഴ്ചയെന്നാരോപിച്ച് മകൻ രംഗത്തെത്തി. ഇന്നലെയാണ് കളമശ്ശേരി HMTക്ക് എതിർവശത്തെ ചതുപ്പിൽ നിന്നും സൂരജ് ലാമയുടേത് എന്ന് സംശയിക്കുന്ന മൃതദേഹം ലഭിച്ചത്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ മകൻ സാന്റൻ ലാമ കൊച്ചിയിലെത്തി. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി വിശദവിവരങ്ങൾ അറിഞ്ഞ ശേഷമാണ് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സാന്റൻ ലാമ ഉന്നയിച്ചത്. ആശുപത്രി രേഖകളിൽ ആദ്യം അജ്ഞാതൻ എന്നായിരുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ സൂരജ് ലാമ എന്ന് മാറ്റി. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ആശുപത്രി അധികൃതർ പോകാൻ അനുവദിച്ചെന്നും സാന്റൻ ആരോപിച്ചു. പരിശോധന നടത്തിയ സ്ഥലത്തിന് അടുത്തുനിന്നാണ് മൃതദേഹം കിട്ടിയതെന്നും പിതാവിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന ആവശ്യമാണെന്നും സാന്റൻ ലാമ വ്യക്തമാക്കി. ലാമ ധരിച്ചിരുന്നതിന് സമാനമായ വസ്ത്രം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. If it is just a body which is just wearing shorts
based on only that. It's not even DNA, it's not even blood sample, nothing. Only with shots they have confirmed that it is his body. Sir, my next step is DNA. I need to find out, is this person really my dad? If it is, I don't want anything. All of them can go to hell. Go burn, go die, I don't care. അതേസമയം സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയതായും പരിശോധനകൾ നടക്കുന്നുവെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി പോലീസിനെതിരെ ഉന്നയിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് വിമർശനം ഉന്നയിച്ചത്. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന സ്ഥലത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത്. 5 പേരെയെങ്കിലും ഇത്തരത്തിൽ നഗരത്തിൽ കാണാതായിട്ടുണ്ട്. അതിനാൽ നഗരത്തിൽ ഇത്തരമിടങ്ങളിൽ CCTV നിരീക്ഷണം അനിവാര്യമാണെന്നും കോടതി വ്യക്തമാക്കി. നാളെ ആരെങ്കിലും ഒരാളെ കൊന്ന് ഇവിടെ കൊണ്ടിട്ടാൽ എന്തു പറയുമെന്നും എത്ര മൃതശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകുമെന്നും കോടതി ചോദിച്ചു. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടേതല്ലെങ്കിൽ ആരുടേതാണെന്ന് അറിയിക്കണം. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വിഷയം വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി. കഴിഞ്ഞ ഒക്ടോബർ 6-നാണ് സൂരജ് ലാമ കൊച്ചി എയർപോർട്ടിൽ വിമാനമിറങ്ങിയത്. കുവൈറ്റിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയായിരുന്ന ലാമയെ കൊച്ചി വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. കുവൈറ്റ് മദ്യദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എങ്ങോട്ട് പോയി എന്ന് പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കുണ്ടറയിലെ ഇണ്ടിളയപ്പൻ മഹാദേവർ ക്ഷേത്രം മോഷ്ടാക്കളുടെ ഇഷ്ട കേന്ദ്രമാണ്. പ്രാർത്ഥിക്കാനല്ല, കവർച്ച ലക്ഷ്യമിട്ടാണ് കള്ളന്മാരുടെ വരവ്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ 4 മോഷണം. ഇങ്ങനെ തുടർച്ചയായി മോഷണം നടന്നിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാനാകുന്നില്ല. മോഷണത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. കള്ളൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചാടുന്നതും പിന്നീട് എഴുന്നേൽക്കാനാകാതെ കുറേ നേരം വിശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പാന്റും ഷർട്ടും ധരിച്ച കള്ളൻ ക്ഷേത്രത്തിന് സമീപത്തേക്ക് നടന്നു വരുന്നത് മുതൽ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 4 കെട്ടിന്റെ കൂരയുടെ മുകളിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചാടിയ മോഷ്ടാവ് എഴുന്നേൽക്കാനാകാതെ ഏറെ നേരം വിശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയും CCTV ദൃശ്യങ്ങളിൽപ്പെട്ടതോടെ ക്യാമറ തിരിച്ചുവയ്ക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തം. ഓഫീസ് മുറിക്കടുത്ത് വെച്ചിരുന്ന വാക്കത്തിയെടുത്ത് ചെറിയ വഞ്ച് പൊട്ടിച്ച് പണം അപഹരിച്ചു. തുടർന്ന് മേൽശാന്തിയുടെ സഞ്ചിയിലുണ്ടായിരുന്ന വാച്ച് കവർന്നു. മോഷണത്തിന് ശേഷം ഉറക്കം കഴിഞ്ഞ് മതിൽ ചാടി സഞ്ചിയുമായി പുറത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ അവസാനമായി കാണുന്നത്. രാവിലെ പൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്നിട്ടുണ്ടെന്ന വിവരം അറിയുന്നത്. CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ മോഷണ ദൃശ്യങ്ങൾ വെളിവാവുകയും ചെയ്തു. 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതെന്നും മോഷ്ടാവിനെ പിടികൂടണമെന്നുമാണ് ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തരുടെയും പരാതിയിലെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം ചിറയൻകീഴിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ അതിരുകടക്കുന്നുണ്ട്. വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണവും കൊലവിളിയും. BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായതിനു പിന്നാലെ RSS പ്രവർത്തകന്റെ വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് കത്തി നശിച്ചത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ട്. രാഷ്ട്രീയ വിരോധമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയം. ആനത്തലവട്ടം സ്വദേശിയും RSS പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ബാബുവിന്റെ വീടിന്റെ കാർ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തി നശിച്ചത്. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു.
ദിവസങ്ങൾക്ക് മുൻപ് ഇരുചക്രവാഹനത്തിലെത്തിയവർ ബാബുവിന്റെ വീടും ഫോൺ നമ്പറും അന്വേഷിച്ചിരുന്നതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി. ചിറയൻകീഴ് 17-ാം വാർഡ് പണ്ടക്കശാലയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടിൻഡുവിന്റെ വീടിന് നേരെ ദിവസങ്ങൾക്ക് മുൻപ് ആക്രമണം നടന്നിരുന്നു. ബാബുവിന്റെ സഹോദരി പുത്രിയാണ് ടിൻഡു. ടിൻഡുവിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് കൂടിയാണ് ബാബു. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 ചിറയൻകീഴ്. ഇക്കാലത്ത് മക്കളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാത്ത, കണ്ണീര് കുടിക്കാത്ത മാതാപിതാക്കൾ ചുരുക്കമായിരിക്കും. മദ്യം, ലഹരി, വഴിവിട്ട ജീവിതം, മോശം കൂട്ടുകെട്ട്, ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന യുവാക്കൾ. ആൺപെൺ വ്യത്യാസമില്ല. അച്ഛനമ്മമാർക്ക് വേദന മാത്രം സമ്മാനിക്കുന്നവർ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ മക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തലതെറിച്ച് പോയതെന്ന്? കുട്ടിക്കാലത്തെ ദുരനുഭവമാകാം, സ്വന്തം വീട്ടിൽ അംഗീകരിക്കപ്പെടാത്തതാകാം, മാതാപിതാക്കളുടെ ദുഷ്ടജീവിതം നേരിൽ കണ്ടതിൻ്റെ ആന്തരിക മുറിവാകാം. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തത്? ഒരാളും ക്രിമിനലായി ജനിക്കാറില്ലെന്നേ. സമൂഹവും കുടുംബവും അവനെ കുറ്റവാളിയാക്കിയതായിരിക്കും. ആലപ്പുഴ കായംകുളത്ത് അച്ഛനെ വെട്ടിക്കൊന്ന യുവ അഭിഭാഷകന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു കറുത്ത അധ്യായമുണ്ടാകും. ഇതുപോലെ അക്രമവാസന കാട്ടുന്നവരെ ഒറ്റപ്പെടുത്തരുത്, ചേർത്ത് പിടിക്കണം കേട്ടോ അവരെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.